ക്ലാസ്സിലുണ്ടായിരുന്ന ആളാണ്. പേര് അനഘ. LPS റിസൾട്ട് വന്ന് നടന്നില്ല 2025 6 റാങ്ക് കിട്ടി. അപ്പൊ നിങ്ങളോട് എങ്ങനെയാ പഠിച്ചത്, എന്തൊക്കെയാണ് അച്ചീവ് ചെയ്യേണ്ടതെന്നൊക്കെ അവള് പറഞ്ഞത്. എനിക്ക് പ്രത്യേകം പരിചയപ്പെടുത്തണ്ടല്ലോ. പേര് അനഘ എന്നാണ്. 1.5 വർഷം ഇതുപോലെ തന്നെ ഇവിടെ ഇരുന്ന് പഠിച്ചൊരു കുട്ടി തന്നെയാണ്. മിനിഞ്ഞാന്നാണ് ലിസ്റ്റ് വന്നത്. 6 റാങ്ക് കരസ്ഥമാക്കാൻ പറ്റി. പിന്നെന്താ പറയണ്ടേ, 1.5 വർഷത്തോളം ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ വന്ന് പഠിച്ചാൽ എന്തായാലും ലിസ്റ്റ് കയറാൻ പറ്റും എന്നുള്ളതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഞാൻ. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓക്കെ, ഞാൻ തന്നെ എന്താ പഠിച്ചത് എങ്ങനെയാന്ന് വെച്ചാൽ, ആദ്യം വന്ന ഉടനെ തന്നെ എക്സാമുകളൊക്കെ എഴുതിയപ്പോൾ OMR ഒക്കെ എഴുതിയ സമയത്ത് 22 മാർക്കായിരുന്നു ആദ്യമായിട്ട് എനിക്ക് കിട്ടിയത്. അപ്പോൾ പഠിച്ചിട്ടൊന്നും തലയിൽ കയറുന്നില്ല, അങ്ങനത്തെ പ്രശ്നമൊക്കെ തുടക്കക്കാർക്ക് മനസ്സിലാവുമല്ലോ. പഠിച്ചിട്ട് തലയിൽ കയറുന്നില്ല, ഒന്നും ഓർമ്മയിൽ നിൽക്കുന്നില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. പിന്നെ എല്ലാവരും ക്ലാസ്സിൽ തന്നെ ഒരുപാട് പേരുണ്ടായിരുന്നു 50-നും 60-നും മേലെ മാർക്ക് വാങ്ങിയവർ. അപ്പോഴും ഞങ്ങളിങ്ങനെ ഇത് പറ്റില്ല, എന്നെക്കൊണ്ട് സാധിക്കില്ല എന്ന് വിചാരിച്ചു. പിന്നെ എൻ്റെ കൂടെ ഞാനും ഈ ചേച്ചിയും കൂടെ ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. ചേച്ചിക്ക് 2 കുട്ടികളുണ്ട്. UPSA ലിസ്റ്റിലുള്ള ആളാണ്. റാങ്ക് ലിസ്റ്റ് വന്നിട്ടില്ല, നല്ല റാങ്ക് തന്നെ. ഇതുപോലെ തന്നെ നിങ്ങളുടെ മുന്നിൽ നിന്ന് സംസാരിക്കാൻ പറ്റിയ ഒരാളാണ്. അതിന് അടുത്ത് തന്നെ ഞങ്ങൾ വരും. അപ്പോൾ ചേച്ചിക്ക് 2 കുട്ടികളുണ്ട്. അപ്പോൾ കുട്ടികളെയും വെച്ചിട്ടാണ് ചേച്ചി നന്നായി ഹാർഡ് വർക്ക് ചെയ്തു. അപ്പോൾ അവസാനം എത്തിയപ്പോഴത്തേക്കും ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. നോട്ടിഫിക്കേഷനൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നന്നായി പഠിക്കാൻ പ്രിപ്പയർ ചെയ്യാമെന്ന് തീരുമാനിച്ചു. നോട്ടിഫിക്കേഷൻ വന്ന ആ സമയം മുതൽ, അതിന് മുന്നേയും പഠിച്ചിട്ടുണ്ട്, പക്ഷെ കുറച്ചുകൂടെ സീരിയസ് ആക്കി എടുത്തത് അപ്പോഴാണ്. നന്നായി പഠിച്ചു. സിലബസ് എടുത്ത് ഓരോ ടോപ്പിക് എടുത്ത് വെച്ച് പരമാവധി ഡാറ്റകൾ കളക്ട് ചെയ്ത് തന്നെ പഠിച്ചു. ഡെയിലി ഓരോ OMR ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആരും മിസ് ചെയ്തെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മുടെ കൂടെ ഉള്ളവരാണെങ്കിൽ പോലും എക്സാം നന്നായി പഠിക്കുന്നവരുണ്ടായിരുന്നു. പക്ഷെ OMR ഒന്നും എക്സാം എഴുതി ശീലമില്ലാത്തത് നമുക്ക് ഭയങ്കര പ്രശ്നമാണ്. നമുക്ക് നെഗറ്റീവ് മാർക്കിൻ്റെ അറിയാലോ നിങ്ങൾക്ക്, 1 മാർക്ക് പോയാൽ തന്നെ റാങ്ക് മാറും. അപ്പോൾ ഡെയിലി OMR എഴുതിക്കോളുക, പിന്നെ നന്നായി ഹാർഡ് വർക്ക് ചെയ്യുക. പിന്നെ ഇവിടെ നിങ്ങൾക്ക് 3-4 ദിവസം അല്ല 5 ദിവസം ക്ലാസ് ഉണ്ടാവുള്ളൂ. അത് മാത്രം പോരാ. ഇവിടുന്ന് കിട്ടുന്ന 2.5 മണിക്കൂറല്ല നിങ്ങൾ പഠിക്കേണ്ടത്. വീട്ടിൽ പോയിട്ട് നന്നായി പഠിക്കണം. അത് നിങ്ങൾക്ക് എങ്ങനെയാണോ പഠിക്കേണ്ടത് നിങ്ങൾ ചൂസ് ചെയ്തോളാം. ചിലർക്ക് ഓഡിയോ ക്ലാസ്സുകൾ കേട്ടാൽ മതിയാവും, ചിലർക്ക് വീഡിയോ ക്ലാസ്. യൂട്യൂബിലൊക്കെ നമുക്ക് പഠിക്കാൻ ഒരുപാട് സാഹചര്യങ്ങളും ഒരുപാട് വഴികളുണ്ട്. അപ്പോൾ അത് ഏത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഓൺലൈൻ കോച്ചിങ്ങുകൾ ഇഷ്ടംപോലെ ഉണ്ട്, അത് നിങ്ങൾക്ക് എടുക്കാം. ഇവിടെ വരുന്നതോടൊപ്പം തന്നെ അതും പഠിക്കാം. യൂട്യൂബിൽ ഒരുപാട് ക്ലാസ്സുകളുണ്ട്. സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് തന്നെ പഠിക്കുക. ഡെയിലി എനിക്ക് പറയാനുള്ളത്, ഡെയിലി ഓരോ OMR മിസ് ചെയ്യരുത്. അത് നിങ്ങൾ ഒരു ദിവസം വേറൊന്നും പഠിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഓരോ OMR എന്തായാലും ചെയ്തിരിക്കണം. അത് നിങ്ങൾ മിസ് ചെയ്യരുത്. എന്താ കല്യാണം ഒക്കെ ഉണ്ടാവും. പിന്നെ എല്ലാവരും ഫോണിന് അഡിക്റ്റ് ആയിരുന്നു. ഞാൻ ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ്, ഫേസ്ബുക്ക് എല്ലാം ഉണ്ടായിരുന്നു. ആ ഒരു 2 മാസം എല്ലാം ഒഴിവാക്കി, എല്ലാം അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞു. ഫോൺ തന്നെ ഒഴിവാക്കിയിരുന്നു. ഫോൺ ഉപയോഗിച്ചിരുന്നത് ഇതുപോലെ പഠിക്കാൻ വേണ്ടി മാത്രം. പിന്നെ പരമാവധി ക്ലാസ്സുകളൊക്കെ കാണാം. നമുക്ക് ചിലപ്പോൾ ഇവിടുന്ന് നിങ്ങൾക്ക് കിട്ടിയ ക്ലാസ് ചിലപ്പോൾ ഏതെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ ആ ടോപ്പിക്ക് നിങ്ങൾ വിട്ട് കളയരുത്. വിഷമമുള്ള ഇത് നിങ്ങൾ വിട്ട് കളയരുത്. അത് എവിടെ നിന്നാണോ കിട്ടുന്നത്, യൂട്യൂബിലൊക്കെ ഒരുപാട് ക്ലാസ്സുകളൊക്കെ ഉണ്ടാവും, അതൊക്കെ കേട്ട് പഠിക്കുക. റാങ്ക് ഫയൽ മൊത്തം ഇങ്ങനെ അരിച്ച് പറക്കി അത് തിന്നണമെന്നൊന്നുമില്ല. നമുക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സാം എഴുതി ശീലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് വേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ പഠിച്ചോളാം. ഓക്കെ. ഇപ്പൊ അമല് വന്നു കഴിഞ്ഞിട്ട് ഇപ്പൊ എല്ലാ ദിവസവും നിങ്ങൾക്ക് ഓരോ OMR തരുന്നില്ലേ? ആദ്യം അവർക്കൊന്നും അങ്ങനെ ഇല്ലായിരുന്നു. ഇവരോട് ചെയ്യാൻ പറഞ്ഞാൽ ഇവർ ചെയ്യുന്നില്ല എന്നുള്ളേ ഉള്ളൂ ഇപ്പൊ, അല്ലേ? എല്ലാ ദിവസവും വൈകുന്നേരം ക്ലാസ് ദിവസങ്ങളിൽ ഓരോ OMR ചെയ്യാൻ വേണ്ടിട്ട് വരുന്നുണ്ട്, അല്ലേ? വൃത്തിക്ക് പഠിച്ചാൽ മതി. അന്നേരം ഇവർക്ക് അങ്ങനെ ക്വസ്റ്റ്യൻ പോലും കൊടുക്കുന്നില്ലായിരുന്നു. എത്ര ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്, അല്ലേ? നോക്കിയാൽ മതി നിങ്ങള്. OMRന്റെ ഒരു ബുക്ക് വാങ്ങുക, അല്ലെങ്കിൽ OMR ഷീറ്റ് എടുത്തിട്ട് അത് ചെയ്യുക. ഇവിടുന്ന് നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ OMR ചെയ്യാൻ ചിലപ്പോൾ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് സമയം കിട്ടുന്നില്ല, നിങ്ങൾ സ്വന്തം ചെയ്യുക, നിങ്ങൾ സ്വന്തം റിസ്ക് എടുക്കുക. പിന്നെ ഞാനിപ്പോൾ ചേച്ചിനോട് പറയായിരുന്നു, ഞാൻ പഠിക്കാൻ വന്ന സമയത്ത് ഇവിടുന്ന് സോണേച്ചിൻ്റെ ഒരു സ്റ്റാറ്റസ് ഇട്ടു. UPSC അഡ്വൈസ് കിട്ടിയ കുട്ടീനെ ഓർമ്മയില്ല, ഒരു സെൽഫ് മോട്ടിവേഷൻ്റെ ഒരു ഇതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റാറ്റസിൽ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആ ഫോട്ടോ മാറ്റി ഞാൻ എൻ്റെ ഫോട്ടോ വെച്ച് പേര് ഞാൻ കട്ട് ചെയ്തിട്ട്, എൻ്റെ പേര് ആർക്കും അറിയില്ല, ഇപ്പോഴാണ് ഒരാളോട് ഞാൻ പറയുന്നത്, അതെൻ്റെ പേര് വെച്ച് ഞാൻ ഫോണിൽ ഹൈഡ് ചെയ്ത് വെച്ചു.
ആരും കാണിക്കരുത്. കാരണം പിന്നെ അഥവാ അപ്പം അറിയില്ലല്ലോ നമുക്ക് കിട്ടോ ഇല്ലയോ നമുക്കറിയില്ല. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കണ്ടിട്ട് ഞാനിങ്ങനെ പുളകം കൊള്ളുമായിരുന്നു. അപ്പോൾ അല്ല, അങ്ങനെ എടുത്തു വെച്ചാൽ മാത്രം പോരാ. അപ്പം നമുക്കിങ്ങനെ UPST അഡ്വൈസ്, UPST ടീച്ചറായിട്ട് അല്ലെങ്കിൽ UP സ്കൂൾ ടീച്ചറായിട്ട് അഡ്വൈസ് കിട്ടിയ നിങ്ങളുടെ പേര് കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു പഠിക്കണം എന്നുള്ളൊരു തോന്നും. അങ്ങനെ നിങ്ങൾ ആരെയും കാണിക്കണ്ട, ആരോടും പറയണ്ട. നിങ്ങൾ വീട്ടിൽ പോയിട്ട് അങ്ങനെ ഒന്ന് ചെയ്ത് നിങ്ങളുടെ ഫോണിൽ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കിക്കോ, വാൾപേപ്പറൊക്കെ ആക്കിയിട്ട് വെച്ചോ. എന്നിട്ട് അതൊക്കെ എടുത്തൊന്ന് നോക്കുമ്പോൾ തന്നെ നമുക്കിങ്ങനെ പഠിക്കണം എന്നുള്ളത് തോന്നും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ആദ്യത്തെ ഫസ്റ്റ് OMR എനിക്ക് 22 മാർക്കേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാനിങ്ങനെ വീട്ടിൽ പോയിട്ട് ഞാൻ കരഞ്ഞു. ഇങ്ങനെ എനിക്ക് തീരെ പറ്റുന്നില്ല പഠിക്കാൻ. കാരണം എനിക്ക് PSC ഒന്നും എനിക്ക് പഠിക്കാൻ പറ്റില്ല, നന്നായി പഠിക്കുന്നവർക്ക് മാത്രമേ കിട്ടുള്ളൂ എന്നൊക്കെയുള്ളൊരു വിചാരമായിരുന്നു. പിന്നെ അപ്പോൾ വീട്ടിൽ പോയിട്ട് ഞാൻ പറഞ്ഞു ഞാൻ കോച്ചിങ്ങിന് പോകുന്നില്ല, വേറെ എന്തെങ്കിലും പഠിക്കാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ വീട്ടിൽ നിന്ന് ഇങ്ങനെ പാരൻസ് പറഞ്ഞു കുഴപ്പമില്ല പറ്റും. അവരും പറഞ്ഞു ഇതുപോലെ തന്നെ ഇവർ സോനിയച്ചൊക്കെ ആണെങ്കിൽ ഇങ്ങനെ വന്നിട്ട് പഠിക്കടി, ഇരുന്ന് പഠിക്ക്, കിട്ടും, കയറും. സോ ഇടയ്ക്ക് വന്നിട്ട് പറയാം 50 മേലെ കയറാനുള്ള സമയമായി കേട്ടോ എന്ന് പറയും. അപ്പം ഞങ്ങൾ തന്നെ പറയും അയ്യോ കയറാനുള്ള സമയമായി എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് 40 അങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക, 40 താഴെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ആ 22 എന്നുള്ളത് പിന്നെ 30 മേലെയായി, 40 മേലെയായി, 50ആയി, 60ആയി, 70 വരെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ കയറി വരും. കാരണം OMR നമ്മൾ എക്സാം എഴുതുന്ന, ഞാൻ വീണ്ടും പറയുകയാണ്, നമ്മൾ ഒരു എക്സാം എന്തായാലും എഴുതിയിരിക്കണം. PYQ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ബുക്ക് വാങ്ങാൻ പറ്റില്ലാത്തവരാണെങ്കിൽ ഫോണിൽ തന്നെ നമുക്ക് കിട്ടുമല്ലോ, ഗൂഗിളിൽ കയറി അടിച്ചു കൊടുത്താൽ മതി. അത് ഫോണിൽ വെച്ചിട്ട് OMRലെ ബുക്കിൽ തന്നെ ചെയ്ത് പഠിക്കണം. വെറുതെ നമ്മൾ 1 2 3 എന്ന് എഴുതി അങ്ങനെ ശീലിക്കാണ്ട് ബബിൾ ചെയ്ത് തന്നെ പഠിക്കുക. നെഗറ്റീവ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുക, നമ്മളത് മൈനസ് ചെയ്ത് കറക്റ്റ് നമ്മുടെ മാർക്ക് എത്രയാണ്. ഇപ്പം നിങ്ങൾക്ക് 9 മാർക്ക് കിട്ടുള്ളൂ, 10 മാർക്ക് കിട്ടിയിട്ടില്ല, നിങ്ങൾ ആ ബുക്കിൻ്റെ മേലെ വലുതാക്കി എഴുതി വെച്ചോ. എന്നിട്ട് നിങ്ങൾ അടുത്ത എക്സാം എഴുതുമ്പോൾ നിങ്ങൾ തൊട്ടിപ്പുറത്തുള്ള പേജിൽ നിങ്ങളുടെ മാർക്ക് 5 മാർക്കാണ് അല്ലെങ്കിൽ 6 മാർക്കാണെന്ന് കാണുമ്പോൾ നമുക്ക് തന്നെ തോന്നും പോരാ, പഠിക്കണം എന്ന് തോന്നും. ഞാൻ എൻ്റെ ഒരു അനുഭവം വെച്ചിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് നമുക്കിങ്ങനെ പിന്നെ OMRന്റെ ബുക്ക് നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം, എൻ്റെ ഫസ്റ്റ് പേജിലൊക്കെ ഉള്ള മാർക്കുകളും ഇങ്ങോട്ടേക്ക് വരുന്നതനുസരിച്ച് ഓട്ടോമാറ്റിക്കലി കൂടും. ആ റിസൾട്ട് നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണാൻ പറ്റും. അപ്പം OMR സ്കിപ്പ് ചെയ്യരുത്, എന്തായാലും ചെയ്യണം. അതിൽ മടി വിചാരിക്കുകയും ചെയ്യരുത്. 1 മണിക്കൂറല്ലേ ഉള്ളൂ. ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പരിപാടിക്കൊക്കെ പോയിട്ട് പഠിക്കാൻ സമയം കിട്ടിയിട്ടില്ല, ആ 1 മണിക്കൂർ കിടക്കുന്നതിന് 1 മണിക്കൂർ മുന്നേ നിങ്ങളൊരു OMR ചെയ്തോ, വേറെ ഒന്നും പഠിച്ചില്ലാൻ കുഴപ്പമില്ല. പക്ഷെ അത് സ്കിപ്പ്, കല്യാണത്തിനും പരിപാടിക്കൊന്നും പോകരുതെന്ന് പറയാം. പക്ഷെ നമുക്ക് പോകരുത്, ശരിക്കും അത് തന്നെയാണ് പറയാനുള്ളത്. പരിപാടികളൊക്കെ പരമാവധി ഒഴിവാക്കുക, പഠിച്ചോളാം. പിന്നെ എന്തായാലും കിട്ടാണ്ട് നിൽക്കില്ല. ഇവിടെ തന്നെ LPSA ലിസ്റ്റ് കയറി ഒരുപാട് ഫസ്റ്റ് റാങ്ക് തന്നെ നമ്മുടെ ഇവിടുത്തെ കുട്ടിക്ക് തന്നെയാണ്. അപ്പോൾ പിന്നെ നമുക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് പറ്റും.